എല്ലാ സുഹൃത്തുക്കൾക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമേ പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലിൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ യഥാസമയമുള്ള അപ്ഡേറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബിലും ഗൂഗിളിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം എ ടു സെഡ് ജാലകം. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ചാനലിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്, ഈ സെഷനിൽ നാം കൈകാര്യം ചെയ്യുന്നത് സോഷ്യോളജി എന്ന വിഷയത്തിലെ സോഷ്യൽ പ്രോസസ്സ്, അതായത് സാമൂഹിക പ്രക്രിയകൾ, അതിൻ്റെ മീനിങ്ങും ടൈപ്പും വ്യത്യസ്ത വിഭാഗങ്ങളും, അതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പാർട്ട് 1 എന്ന ഹെഡിങ്ങിലാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിലെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന സെഷനുകളിൽ പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം സോഷ്യൽ പ്രോസസ്സ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. മോറിസ് ഗിൻസ്ബർഗിൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു മോറിസ് ഗിൻസ്ബർഗ്, സോഷ്യൽ പ്രോസസ്സസ് മീൻ സാമൂഹിക പ്രക്രിയകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ വേരിയസ് മോഡ്സ് ഓഫ് ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് cooperation and conflict, social differentiation, integration, development, arrest and decay. അതായത് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളും വ്യക്തികളും കമ്മ്യൂണിറ്റികളും അവർ പരസ്പരം സഹകരണത്തിലൂടെയും സംഘട്ടനങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഇൻ്ററാക്ഷൻസിലൂടെയും ഇൻ്റഗ്രേഷനിലൂടെയും സംയോജനം, അസിമിലേഷൻ, അക്വൾച്ചറേഷൻ, അക്കോമഡേഷൻ, പിന്നെ അറസ്റ്റ് ആൻഡ് ഡിക്കേ എന്നീ വ്യത്യസ്ത എന്തെല്ലാം പ്രക്രിയകളിലൂടെ, എന്തെല്ലാം മാർഗങ്ങളിലൂടെ ഒരു സമൂഹത്തിലെ വ്യക്തികളും ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളും പരസ്പരം ഇടപെടലുകൾ നടത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാം ആകെത്തുക, ആ രീതികൾക്ക്, ആ മെത്തേഡുകളുടെ എല്ലാം ആകെ റിസൾട്ടിനാണെന്ത് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രക്ചറും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെയും ഒരു അനന്തര ഫലം കൂടിയാണ് സോഷ്യൽ പ്രോസസ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ പ്രോസസ്സിനെ എന്നുള്ളത് ദ സിസ്റ്റം ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ, സാമൂഹിക ഇടപെടലുകൾക്ക് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണെന്ത് സോഷ്യൽ പ്രോസസ്സ്, അല്ലെങ്കിൽ സാമൂഹിക ഇടപെടലുകളുടെ മൊത്തത്തിലുള്ള ഒരു ആകെത്തുകയാണ്, അല്ലെങ്കിൽ റിസൾട്ടാണ് സോഷ്യൽ പ്രോസസ്സ്. ആ ഇടപെടലുകൾ, ഇൻ്ററാക്ഷൻ, വ്യക്തികളും ഗ്രൂപ്പുകളൊക്കെ തമ്മിലുള്ള പരസ്പരമുള്ള ഇൻ്ററാക്ഷൻ ഒന്നുകിൽ കോപ്പറേഷൻ ആവാം, സഹകരണമാവാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആവാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആവാം, മത്സരങ്ങളാവാം, അല്ലെങ്കിൽ അക്കോമഡേഷൻ ആവാം, അല്ലെങ്കിൽ കോൺട്രവെൻഷൻ ആവാം. ഏതെല്ലാം തരത്തിൽ അവർ പരസ്പരം ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു മൊത്തം പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത് സോഷ്യൽ പ്രോസസ്സ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ ദ വേയ്സ് ഇൻ വിച്ച് പീപ്പിൾ എസ്റ്റാബ്ലിഷ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആർ കോൾഡ് ആ സോഷ്യൽ പ്രോസസ്സ്. അത് ജനങ്ങൾ പരസ്പരം ഒരു സാമൂഹിക ബന്ധം സ്ഥാപിക്കുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, ജനങ്ങൾ ഒരു സമൂഹത്തിലെ ഇൻഡിവിജ്വൽസ്, വ്യക്തികളും ഗ്രൂപ്പുകളും പരസ്പര ബന്ധം സ്ഥാപിക്കുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, സഹകരണമാവട്ടെ, സംഘടനമാവട്ടെ, പിന്നെ സംയോജനമാവട്ടെ, സ്വാംശീകരണമാവട്ടെ, ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതിനെല്ലാം മൊത്തത്തിൽ പറയുന്ന പേര്, ആ മാർഗങ്ങൾക്ക് പറയുന്ന പേരാണിത് സോഷ്യൽ പ്രോസസ്സ്. സോഷ്യൽ ഇൻ്ററാക്ഷൻ നോർമലി ഒക്കേഴ്സ് ഇൻ ദി ഫോം ഓഫ് അക്കോമഡേഷൻ. ഈ ഇൻ്ററാക്ഷൻ, അതായത് ഗ്രൂപ്പുകളും വ്യക്തികളും എല്ലാം പരസ്പരം ഇൻ്ററാക്റ്റ് ചെയ്യുന്ന രീതികൾ, ഏതെല്ലാം മാർഗങ്ങളിൽ അവർ ഇൻ്ററാക്റ്റ് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. ഏതൊക്കെ? ഇൻ ദി ഫോം ഓഫ് അക്കോമഡേഷൻ, അസിമിലേഷൻ, കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഈ മാർഗങ്ങളിലൂടെയെല്ലാം അവർക്കിടയിൽ ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കും. ആ ഇൻ്ററാക്ഷൻ്റെ ആകത്തുക അല്ലെങ്കിൽ റിസൾട്ടാണ് സോഷ്യൽ പ്രോസസ്സ്. ദീസ് ഫോംസ് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ ആർ കോൾഡ് ആസ് സോഷ്യൽ പ്രോസസ്സ്. ഇത്തരം ഈ സോഷ്യൽ ഇൻ്ററാക്ഷൻ്റെ, സാമൂഹിക ഇടപെടലുകളുടെ ഈ മൊത്തം രൂപങ്ങൾക്ക് പറയുന്ന പേരാണെന്ത് സോഷ്യൽ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ദെയർ എക്സിസ്റ്റ് ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ആൻഡ് സോഷ്യൽ പ്രോസസ്സ്. അതായത് അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻ്ററാക്ഷനും സോഷ്യൽ പ്രോസസ്സും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ട്. ദേ ആർ ഇൻ്റർ റിലേറ്റഡ് എന്നാണ്.
സോഷ്യൽ പ്രോസസ് ആൻഡ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ആർ ഇൻ്റർ റിലേറ്റഡ്. പരസ്പരം അനുപൂരകമാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ത് സോഷ്യൽ ഇൻ്ററാക്ഷൻസും സോഷ്യൽ പ്രോസസ്സും. അതായത് സോഷ്യൽ പ്രോസസ് ഈസ് ദ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ത്രൂ ദി മെത്തേഡ്സ് ഓഫ് ത്രൂ ദി വേസ് ഓഫ് കോപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, അക്കോമഡേഷൻ. അതായത് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോപ്പറേഷനിലൂടെയും കോൺഫ്ലിക്റ്റിലൂടെയും അസിമിലേഷനിലൂടെയും അക്കോമഡേഷനിലൂടെയുമെല്ലാം ഉള്ള വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഒരു ഇൻ്ററാക്ഷനാണെന്ത് സോഷ്യൽ പ്രോസസ്സ്. അടുത്തത് ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്സ്. ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്സ്, സാമൂഹിക പ്രക്രിയയുടെ വിഭാഗങ്ങൾ. സോഷ്യൽ പ്രോസസ്സിൻ്റെ കാറ്റഗറീസ്, ക്ലാസിഫിക്കേഷൻസ്, തരംതിരിവുകൾ. പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്, സെക്കൻഡ് വൺ ഡിസോസിയേറ്റീവ് സോഷ്യൽ, അസോസിയേറ്റീവ് ഡിസോസിയേറ്റീവ്, ഇങ്ങനെ 2 കാറ്റഗറി, 2 ക്ലാസിഫിക്കേഷനാണിത്. അതിൽ ഫസ്റ്റ് വൺ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്, ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഇൻ്റഗ്രേറ്റീവ് ഓർ കൺജക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ്. ഇതിൻ്റെ മറ്റൊരു പേരും കൊണ്ട് ഇൻ്റഗ്രേറ്റീവ്, സംയോജനം, ഇൻ്റഗ്രേറ്റീവ് ഓർ കൺജക്റ്റീവ്, കൺജങ്ഷൻ, യോജിപ്പ്, കൂട്ടിയോജിപ്പ്. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ഓർ കൺജക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ഇൻ്റഗ്രേഷൻ ആൻഡ് പ്രോഗ്രസ് ഓഫ് സൊസൈറ്റി. അതായത് സമൂഹത്തിൻ്റെ ഇൻ്റഗ്രേഷനും ഡെവലപ്മെൻറ്റിനും പ്രോഗ്രസ്സിനും സഹായകമായ ഇൻ്ററാക്ഷനുകളാണെന്ത് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. The social process or the interactions which are helpful for the integration and progress of society. സമൂഹത്തിൻ്റെ ഇൻ്റഗ്രേഷനും പ്രോഗ്രസ്സിനും ഹെൽപ്പ്ഫുള്ളായ, എസെൻഷ്യലായ സോഷ്യൽ ഇൻ്ററാക്ഷനുകൾക്ക് മൊത്തം പറയുന്ന പേരാണെന്ത് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനെ വീണ്ടും 4 തരംതിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം മാർഗങ്ങളല്ല, ഏതെല്ലാം തരത്തിലുള്ള ഇൻ്ററാക്ഷനുകൾ, സാമൂഹിക സോഷ്യൽ ഇൻ്ററാക്ഷനുകളാണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ വരുന്നത്. ടൈപ്സ് ഓഫ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. ഫസ്റ്റ് വൺ കോഓപ്പറേഷൻ, സഹകരണം. സെക്കൻഡ് വൺ അക്കോമഡേഷൻ. തേർഡ് വൺ അസിമിലേഷൻ. ഫോർത്ത് വൺ അക്കൾച്ചറേഷൻ. അപ്പോൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൻ്റെ മറ്റ് വിഭാഗങ്ങൾ, മറ്റു ടൈപ്സുകളാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ്, സബ് ടൈറ്റിൽസ് ആണെന്ത് കോപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, അക്കൾച്ചറേഷൻ. അസിമിലേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. അപ്പോൾ ഈ മാർഗ്ഗങ്ങളിലൂടെയാണെന്ത്, ഇത്തരം മാർഗ്ഗങ്ങളിലൂടെയാണ്, ഇത്തരം ഇൻ്ററാക്ഷനുകളിലൂടെയാണെന്ത് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് നടക്കുന്നത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാർട്ടുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോന്ന് കോപ്പറേഷൻ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ടൈപ്സ് എല്ലാം നമ്മൾ അടുത്ത സെഷനിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ അക്കോമഡേഷനും അസിമിലേഷനും, സ്വാംശീകരണം, താതാത്മീകരണം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ പ്രോസസ്സിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ടൈപ്പ്, സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണെന്ത് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. ഡിസോസിയേറ്റീവ്, അതിൽ ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഡിസ്ഇൻ്റഗ്രേറ്റീവ്. അസോസിയേറ്റീവ് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് വൺ എന്തായിരുന്നു, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കൺജക്റ്റീവ് ആയിരുന്നു. ഇത് നേരെ വിപരീതം, അവിടെ അസോസിയേറ്റീവ് ആണ്, ഇവിടെ ഡിസോസിയേറ്റീവ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഡിസ്ഇൻ്റഗ്രേറ്റീവ് ഓർ ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ്. ഇതിൻ്റെ പ്രത്യേകത, നേരത്തെ പറഞ്ഞ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഇൻ്റഗ്രേഷനും ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനൊക്കെ സഹായകമാണ്, അത്യാവശ്യമാണ്. അത്തരം ഇൻ്ററാക്ഷനുകൾ, അത്തരം സോഷ്യൽ പ്രോസസ്സാണത് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞു. ഇവിടെ നേരെ വിപരീതം, ദിസ് ഇൻ്ററാക്ഷൻസ് വിച്ച് hinder or which hurdle or which obstacles the growth and development or interactions or integration of society is called ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അത് സമൂഹത്തിൻ്റെ വളർച്ചയും വികസനവും ഇൻ്റഗ്രേഷനും സംയോജനവും ഡെവലപ്മെൻറ്റും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് എല്ലാം തടസ്സപ്പെടുത്തുന്ന, അതിനെ പിന്നോട്ടടിപ്പിക്കുന്ന സാമൂഹിക പ്രക്രിയകളും സോഷ്യൽ ഇൻ്ററാക്ഷനുകളും ആണ് എന്ത് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. The activities or interactions or performances which will hinder or obstacle or hurdle the growth and development and integration of the society is called dissociative social process. അത് ഏതെല്ലാം തരത്തിലാണ്, ആ ഇൻ്ററാക്ഷനുകൾ ഏതെല്ലാം, അതിൽ വരുന്ന ക്ലാസിഫിക്കേഷനുകൾ ഏതൊക്കെയാണ്, അല്ല ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൻ്റെ വ്യത്യസ്ത ടൈപ്പുകൾ ഏതൊക്കെയാണ്? എ കോമ്പറ്റീഷൻ, മത്സരം. കോൺഫ്ലിക്റ്റ്, കോൺട്രാവെൻഷൻ. കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോൺട്രാവെൻഷൻ.
ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്ന സെഷനുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാക്ക്, സോഷ്യൽ പ്രോസസ്സ് എന്നുള്ള മീനിങ് ആൻഡ് ഡെഫിനേഷനിലൊക്കെ പ്രധാനമായി വരുന്നൊരു വാക്കാണ് സോഷ്യൽ ഇൻ്ററാക്ഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 1-2 പോയിൻറ്റുകൾ. സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ആൻഡ് സോഷ്യൽ പ്രോസസ്സസ് ആർ ഇൻ്റർ റിലേറ്റഡ്. സോഷ്യൽ ഇൻ്ററാക്ഷനുകളും സാമൂഹിക ഇടപെടലുകളും സോഷ്യൽ പ്രോസസ്സും പരസ്പരം ബന്ധപ്പെട്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട ഇൻ്റർ റിലേറ്റഡ് ആണ്. 2 സൈഡ്സ് ഓഫ് സെയിം കോയിൻ, അങ്ങനെ പറയാം. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. സോഷ്യൽ ഇൻ്ററാക്ഷൻ ഉണ്ടോ, അവിടെ സോഷ്യൽ പ്രോസസ്സ് ഉണ്ട്. സോഷ്യൽ പ്രോസസ്സ് എവിടെയുണ്ടോ അവിടെ സോഷ്യൽ ഇൻ്ററാക്ഷനും ഉണ്ടായിരിക്കും. നാം നേരത്തെ പറഞ്ഞു സോഷ്യൽ ഇൻ്ററാക്ഷൻസിൻ്റെ ആകെ റിസൾട്ടാണെന്ത്, സോഷ്യൽ പ്രോസസ്സ്. ഇനി ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്ററാക്ഷൻ ഈസ് ആൻ ആക്ഷൻ done in response to another action. അതായത് ഇൻട്രാക്ഷൻ ഈസ് ആൻ ആക്ഷൻ ഡൺ ഇൻ റെസ്പോൺസ് ടു അനദർ ആക്ഷൻ. അതായത് ഒരു ആക്ഷന് മറുപടിയായി നിർവഹിക്കപ്പെടുന്ന മറ്റൊരു ആക്ഷനാണെന്ത്, ഇൻ്ററാക്ഷൻ. ഒരു ആക്ഷന് റെസ്പോൺസായിട്ട് നടത്തപ്പെടുന്ന മറ്റൊരു ആക്ഷനാണെന്ത്, ഇൻ്ററാക്ഷൻ. ഇനി വെൻ ദ ഇൻ്ററാക്ഷൻ ഈസ് റിപ്പീറ്റഡ്, ഒരു ഇൻ്ററാക്ഷൻ ഒരു പ്രവർത്തനത്തിന് മറുപടിയായി മറ്റൊരു പ്രവർത്തനം, ഒരു സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് മറുപടിയായി മറ്റൊരു സഹകരണം, കോൺഫ്ലിക്റ്റ്, ഇതിനൊക്കെ മറുപടിയായി മറ്റുള്ളൊരു പ്രവർത്തനം, അതാണ് ഇൻ്ററാക്ഷൻ. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിന് മറുപടിയായി മറ്റൊരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇങ്ങനെ പരസ്പരമുള്ള ഈ ഇടപെടലുകൾ, അതാണ് ഇൻ്ററാക്ഷൻ. ഇനി വെൻ ദ ഇൻ്ററാക്ഷൻ ഈസ് റിപ്പീറ്റഡ്, ഈ ഇൻ്ററാക്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വെൻ ദ ഇൻ്ററാക്ഷൻ ഈസ് റിപ്പീറ്റഡ് ഇറ്റ് ബിക്കംസ് എ സോഷ്യൽ പ്രോസസ്സ്, അത് പിന്നീട് സോഷ്യൽ പ്രോസസ്സായി മാറുന്നു. അപ്പോൾ എപ്പോൾ ഈ ഇൻ്ററാക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ആ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്ററാക്ഷനുകൾ എന്താവുന്നു, സോഷ്യൽ പ്രോസസ്സായി മാറുന്നു. ഇതോടുകൂടി ഈ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അതായത് സോഷ്യൽ പ്രോസസ്സിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അതുപോലെ തന്നെ അതിൻ്റെ 2 ക്ലാസിഫിക്കേഷനുകളും ഷോർട്ടായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ ഓരോ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിലെ 4 വിഭാഗങ്ങളും, കോപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, അക്കൾച്ചറേഷൻ, അതുപോലെ തന്നെ ഡിസോസിയേറ്റീവിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളും, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്ന് അടുത്ത പാർട്ടുകൾ നമ്മൾ ചർച്ച ചെയ്യും, കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ചർച്ചകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ പിന്നെ ഗൂഗിളിലുമെല്ലാം നിങ്ങൾ ഈ ചാനൽ സെർച്ച് ചെയ്യാം, A to Z ജാലകം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും ഈ ചാനൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത സെഷനിൽ പാർട്ട് 2 എന്ന സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ആൾ ദ ബെസ്റ്റ് വിത്ത് താങ്ക്സ്.